ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നലെ വയനാട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചില വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അവിടെ ഈ സത്യം പറയാൻ നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന പല ചെടികളും അവിടെ റോഡ് സൈഡിലൊക്കെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. അങ്ങനെ ലക്കിടിയിലുള്ള ഒരു പിന്നെ ഗാർഡനാണത്. എന്തോരം ചെടികളാണ് അവിടെ ഉള്ളതെന്ന് അറിയോ? സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണഞ്ചി പോയിട്ട് അത്രയ്ക്ക് ചെടികളാണ് കേട്ടോ. റേറ്റും നല്ല റേറ്റ് ഉണ്ട്, നല്ല ചെടികൾക്ക് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ 2-3 ചെടികൾ മാത്രമേ അവിടെ വാങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല പേര്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായില്ല. പിന്നെ ഹസ്ബൻഡ് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. എല്ലാ തരം ചെടികളും ഉണ്ട് അവിടെ. ഈ കാണുന്നതൊക്കെ നമ്മുടെ ബാൾസത്തിൻ്റെ ഇതിൽപ്പെട്ട ചെടികളാണ് കേട്ടോ. ഞാനും ഒരു ബാൾസം വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു വിങ്കയും പിന്നെ ഇതാണ് ഒരു ജമന്തിയും ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. റോസ് പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. അത് റോസ് ഞാൻ എത്ര നട്ടാലും പിടിക്കാറില്ല. ഇതൊക്കെ ബോൾസംസാണ് കേട്ടോ. എന്ത് രസമാണ് കാണാനറിയാം. ഏതെടുക്കണം എന്ന് നമ്മൾ കൺഫ്യൂഷനായി പോകും. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇത് കാണാൻ കേട്ടോ. എനിക്കിത് ഭയങ്കര ഹാപ്പി. ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ആണല്ലോ ചെടികൾ കാണുമ്പോൾ തന്നെ. ഇതും അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരേ ചെടി പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒക്കെ വെവ്വേറെ, ഇത് ഒരേപോലെ ചെടികളാണ്, പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ളതും രണ്ടും ഒന്നാണെന്ന് തോന്നിപ്പോകും. ഇതൊക്കെ ഇതിൻ്റെ വിങ്കേൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൽ ഈ റെഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. സംഭവം നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു വയലറ്റ് കണ്ടപ്പോൾ അത് കാണാത്തൊരു കളറായപ്പോൾ അതങ്ങനെ പ്രത്യേകം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനൊരു വയലറ്റ് പോലത്തെ. പക്ഷേ ഒരു അട്രാക്ഷൻ തോന്നിയില്ല കേട്ടോ കളറിന്. ഇതിലൊരു ജമന്തിയാണ് ഞാൻ എടുത്തത്. പക്ഷേ അവർ പിടിക്കുന്നതാണ് അവർ പറഞ്ഞു കേട്ടോ, ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. വയനാട്ടിൽ നിന്ന് കൊണ്ടുവച്ച ചെടികളൊന്നും നമ്മുടെ മലപ്പുറത്ത് അങ്ങനെ പിടിക്കാറില്ല. എല്ലാ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഈ ജമന്തി ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ കൊണ്ട് അതുകൊണ്ട് ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ, വെച്ച് നോക്കിയതാണ്. ഈ വൈറ്റൊക്കെ പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതല്ലേ, അപ്പോൾ കാണാത്തൊരു കളർ നോക്കി എടുത്തു. ഇവിടെ മുമ്പും ഞാൻ ഈ ഗാർഡനിൽ പോയിട്ടുണ്ട്, പക്ഷെ അന്ന് ഇത്രത്തോളം പൂക്കൾ അവിടെ ഞാൻ കണ്ടില്ല. ഇപ്രാവശ്യമാണ് കുറേ പൂക്കൾ ഞാൻ കണ്ടു. അന്ന് വാങ്ങിയ 2 റോസൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു എന്താ പറയുക ബട്ടർഫ്ലൈ പ്ലാന്റ്, ഇതിനൊരു ചെറിയൊരു തൈക്ക് 100 രൂപയാണ്. 100-150 എന്തോ ആണ് അവർ പറഞ്ഞിട്ടുള്ള വില. പക്ഷെ ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോഴേ നല്ല ഭംഗി. അതേപോലെ ഈ അഗ്ലോണിമെൻ്റ് ഈ ഒരു വെറൈറ്റിക്ക് അവർ പറഞ്ഞത് 250 രൂപയാണ് കേട്ടോ. ഇതിന് ഈ താഴെ കാണുന്നതിന് 350 അങ്ങനെ എന്തോ ഈ ചെറിയ തൈക്ക്. പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ. അഗ്ലോണിമൊക്കെ ഭയങ്കര റേറ്റാണ്. നമ്മളൊക്കെ കൊടുത്തത് നോക്കുമ്പോൾ ഇത് പിന്നെ അങ്ങനെ ഒരു ഇതിലല്ലേ. ഈ ഒരു പ്ലാന്റിന് അവർ പറഞ്ഞത് 100 രൂപ 80 രൂപ അങ്ങനെ എന്തോ റേറ്റ് ഉണ്ട്. നമ്മൾ ഒരു ചെടിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, കുറേ ഒന്നും വാങ്ങാൻ കഴിയൂല അത്ര റേറ്റൊക്കെ ആകുമ്പോൾ. ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു ചെടികളാണ് കേട്ടോ. ഇതിൽ എന്തൊരു പേര് പറഞ്ഞു അവർ, എനിക്ക് ഓർമ്മയില്ല എന്തൊരു പേര് പറഞ്ഞു. കുറേ ചെടികൾ എന്തായാലും എന്താ പറയുക, നമുക്ക് ഏതെടുക്കണം എന്ന് ഡൗട്ടായി പോകും. എന്തോ ഒരു ബീനെ എന്തൊരു പേരാണ് ഇതിൻ്റെ പേര്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇത് ശരിക്കും കോമൺ ആയിട്ട് കേൾക്കുന്ന ചെടിയല്ല, പേരല്ല. അതേപോലെ ഈ ഒരു അരേലിയ അത് ഇതിൻ്റെ വലുപ്പം നോക്ക്, ചെറിയൊരു സാധനമാണ് നട്ടിട്ടുള്ളത്. നമ്മളൊക്കെ ചെറുത് നടൂലല്ലോ, നമ്മൾക്ക് വലുത് നോക്കി നടും. അതേപോലെ ഈ അലോക്കേഷ്യ, അതും കുറേ വെറൈറ്റികൾ. ഞാൻ അതിനൊന്നും വില ചോദിച്ചിട്ടില്ല. നമ്മൾ വില മാത്രം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്ക് എന്തോ തോന്നൂലേ. അപ്പോൾ വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തോളി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ റേറ്റ് ഇങ്ങനെ എല്ലാത്തിനും ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മടി. ഇതൊന്നും ഇപ്പോൾ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കണില്ലല്ലോ. അപ്പോൾ പിന്നെ വെറുതെ വില മാത്രം ചോദിക്കുമ്പോൾ അവർക്കും എന്തോ തോന്നില്ല, വല്ല പണി നടക്കൂലല്ലോ. മിയ പറഞ്ഞു അവിടെ ചെടികൾ ഇല നട്ടിട്ടുണ്ട്, എന്താ അങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ നിറച്ചും ഇലകളാണ് നട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇലകളിൽ നിന്നും പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് കമേലിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല രസം അതിൻ്റെ പൂവ് കാണാൻ. ഞാൻ ശരി പ്ലാസ്റ്റിക്കിൻ്റെ പൂവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ശരി കഴിയുമ്പോൾ വെച്ചതാണെന്ന് വിചാരിച്ചു. പക്ഷേ എന്തൊരു ഭംഗിയാണ് കാണാനറിയാമോ, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. എനിക്ക് പക്ഷേ സംശയം നമ്മളെ വീട്ടിലുണ്ടാവുമോ എന്ന്, ഇവിടെ മലപ്പുറത്ത് ഉണ്ടാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഹൈ റേഞ്ചിൽ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അത് വാങ്ങിയില്ല. ചെറിയ തൈക്ക് 250 രൂപയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒരെണ്ണമൊക്കെ വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. 250 രൂപക്ക് പ്രശ്നമൊന്നുമില്ല ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ. കണ്ടോ, അതിൻ്റെ കൊഴിഞ്ഞ പൂവാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് അറിയാം. ഞാൻ വിചാരിക്കും എന്തെല്ലാം സാധനങ്ങളാണല്ലേ നമ്മളെ ദൈവം ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഭംഗിയുള്ള എത്ര സാധനങ്ങൾ. ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിനേക്കാളും വലിയ ചില പൂക്കൾ. അതേപോലെ ഈ ഒരു ചെമ്പരത്തി
ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ആകെ 2-3 ചെടികൾ മാത്രം, ഒരു വിങ്ക, ഒരു ജമന്തി, അതേപോലെ ഒരു ബാൾസം, ഇത്രയും വാങ്ങിയിട്ടുള്ളൂ. കുറേ ഒന്നും വാങ്ങൽ നടക്കില്ലല്ലോ, നമ്മളെ ബഡ്ജറ്റ് താങ്ങൂല അതൊന്നും. കുറേ പിന്നെ നട്ട് ഉണ്ടാക്കാനും പിടിക്കുമല്ലേ എന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള ഇതാക്കാൻ പറ്റുള്ളൂ. ഉറപ്പില്ലല്ലോ നമുക്ക് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതൊന്നും. അപ്പോൾ പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി പാസ് ചെയ്യും ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അടിപൊളി, നല്ല നമ്മളെ കുറച്ച് പ്ലാന്റൊക്കെ വാങ്ങുന്നവർക്ക് ഒക്കെ ലാഭമാണ്, നഷ്ടമൊന്നും ഉണ്ടാവില്ല. എന്താ ഒരു പേര്, പ്ലാന്റ് പാർക്ക് എന്നോ, പ്ലാന്റ് പാർക്ക്, അതേപോലെ വേറെ പ്ലാന്റ് മാർക്കറ്റ്, ഈ 2 പേരാണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. താങ്ക് യു.